വഴിയൊന്നും അറിയില്ല എങ്ങോട്ടൊക്കെ ഗൈസ്. അങ്ങനെ ഞങ്ങൾ മണ്ണാർക്കാട് എത്തിയിരിക്കുകയാണ്. വി ആർ ഗോയിങ് ടു അട്ടപ്പാടി. അട്ടപ്പാടി ഹിൽസ് കവർ ചെയ്യാൻ പോവാണ്. സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങള് വെയിറ്റിംഗ് ആണ്. അഖിലേനെ കാണില്ല. അട്ടപ്പാടി യാത്രയിലെ ഫസ്റ്റ് ഒരു ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരു മുട്ടക്കടയാണ്. അപ്പം അങ്ങോട്ട് പോവാണ്. മുട്ട മേടിക്കുന്നു. നല്ല ആംബിയൻസിൽ നോക്കിയിരുന്ന് കഴിക്കുന്നു. എനിക്കും വേണം. അപ്പോൾ 4 ചായ, ഒരെണ്ണം വിത്തൗട്ട്. സുബിക്ക് ഷുഗറാണ്. അജിമോളിൻ്റെ അടയ്ക്കൊന്നും പോകാൻ പറ്റില്ല. ഇത്ര മുമ്പ് കഴിച്ചാൽ മതി. മുട്ടിക്കാൻ കഴിക്കുക. 1 മിനിറ്റിൽ എത്ര എണ്ണം കഴിക്കാൻ നോക്കാം. കോഴിമുട്ട ചാലഞ്ച്. അങ്ങനെ കഴിയും. ഫുള്ള് പൊട്ടി 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 കഴിക്കും. ₹20 ഒരു താറാമുട്ടയ്ക്ക് വില. പിന്നെ സമോസയുണ്ട്. സമോസയൊക്കെ അവിടെ റൂമാണ് ചോറിനേരം. അവിടെ 1 കിലോ പഴം മേടിക്കും. സുബി പഴം കഴിക്കാൻ. ഇവിടുത്തെ സ്പെഷ്യൽ ഔലോസ് ഉണ്ടെങ്കിൽ കൂടി കഴിച്ച് ഞങ്ങൾ ഇറങ്ങി ഇവിടുന്ന്. ഞങ്ങൾ തൊട്ടിപ്പുറത്തൊരു വഴിയുണ്ട്. അത് കൂടെ ഇങ്ങനെ നടക്കണം. ഇവിടെ ഒരു നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സൗണ്ട് കിട്ടും. അപ്പോൾ അത് പോയി നോക്കാൻ വേണ്ടിയിട്ടാണ്. ആണ് വഴി. വ്യൂ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായോ? സാധാരണ ഇവിടെയൊക്കെ നല്ല ക്ലിയറുള്ള വെള്ളം ഉണ്ടാവുക. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ നല്ല ചളിയൊക്കെ ഉള്ള വെള്ളമാണ്. എൻ്റെ വോയിസ് ഓഡിബിൾ ആണോ എന്ന് അറിയില്ല. കാരണം നല്ല സൗണ്ട് ഉണ്ട്. വെള്ളം നല്ല ഫോഴ്സിൽ വരുന്നുണ്ട്. വലിയ പാറക്കെട്ടുകളും എല്ലാം ഉണ്ട്. വലിയ വലിയ കല്ലുകളൊക്കെ ഉണ്ട് ഇവിടെ. കാണാൻ നല്ല അടിപൊളിയാണ്. വെള്ളം ഒന്നും കൂടി ക്ലിയറിനൊക്കെ നല്ല സൂപ്പർ വ്യൂ ആയിരിക്കും. ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിലുള്ള ഈ ഒരു മുട്ടക്കടയ്ക്കാണ് ഞങ്ങൾ പോയത്. ഇതിൻ്റെ അപ്പുറത്തും വേറെ കടയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ കടയ്ക്ക് തന്നെ പോവാം. ഞങ്ങൾ നേരെ വണ്ടിയിലോട്ട് നടക്കാണ്. അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഗൈസ്, നമ്മുടെ വണ്ടി ഇപ്പോൾ അതാ പറന്ന് വരും. ഒരു ഇൻട്രോന് വേണ്ടിയിട്ട് ഒരു പൊളിച്ച സീൻ എടുക്കാൻ പോവാണ്. ഇപ്പോൾ വരും വണ്ടി, പറന്ന് വരും. ഇപ്പോൾ ഹിയർ കംസ് ദ സെലേറിയോ. ഞാനൊരു അടിപൊളി വ്യൂ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പം ഞാൻ അങ്ങനെ ക്യാമറ തിരിക്കും. നിങ്ങൾ കണ്ടോ? എല്ലാവരും അടിപൊളി വെള്ളച്ചാട്ടമാണ്. അട്ടപ്പാടി പോണ വഴിയുടെ അവിടെ ഉള്ളത്. ആൾക്കാരൊക്കെ അതാ എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ നിർത്തിയിട്ട്. സ്വാഗതം. ഇതെന്താ പറഞ്ഞേ? എന്ത് അട്ടപ്പാടി? വെൽക്കം ടു അട്ടപ്പാടി ഗായ്സ്. ഈ അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ വെൽക്കം എന്നുള്ള ഒരു തമിഴ് സ്റ്റൈലാണ് ഗൈസ്. ഇതും 10ാമത്തെ വളവിൻ്റെ മറ്റൊരു സ്പോട്ടാണ്. അടിപൊളിയാണ് ഈ വെള്ളച്ചാട്ടം. ഇത് നേരെ ഗ്രില്ലിൻ്റെ ഉള്ളിക്കാൻ പോകണം. ഇതാണ് സൈലൻറ്റ് വാലിയിലെ സ്പെഷ്യൽ സിംഹവാലൻ കുരങ്ങുകൾ. ഇവിടെ നല്ല കോടയൊക്കെ കയറിയിട്ട് ചെറിയൊരു മഴയുണ്ട്. അടിപൊളി ക്ലൈമറ്റാണ്. ഗൈസ്, ഇതാണ് സൈലൻറ്റ് വാലിയുടെ. ഏതോ വീട്ടിൽ പോയിട്ട് ചെടിയൊക്കെ ചോദിക്കാൻ നിൽക്കുകയാണ്. കിട്ടുമോ? ഈ കാണുന്ന ചെടികൾ. ഗൈസ്, ഇതാണ് മല്ലീശ്വരമുടി. അട്ടപ്പാടിയുള്ള മല്ലീശ്വരമുടി. ഭവാനിപ്പുഴ. ഈ പുഴയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പുഴകളൊക്കെ വേറെ സൈഡിലേക്കാണ് കൊടുക്കുക. ഇതിൻ്റെ എന്താ കിഴക്ക പടിഞ്ഞാറ എങ്ങനെ അറിയില്ല. എനിക്കും അറിയില്ല. മൊത്തം 44 നദികളുണ്ട് കേരളത്തിൽ. അതിൽ 3 എണ്ണത്തിൽ മാത്രം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒഴുകും. അതിലൊരു പുഴയാണിത്. അവിടെ കുറേ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു മരമുണ്ട്. ഇത് കാണാൻ ഒരു അടിപൊളി വ്യൂ ആണ്. അതുകൊണ്ടാണ് ഇവിടെ നിർത്തിയത് മെയിനായിട്ട്. ഇവിടെ മറ്റേ ആ മല്ലീശ്വര മുടി പറഞ്ഞില്ലേ, അതിൻ്റെ തൊട്ട് പുറത്തെ സൈഡിലാണ്.
2 മണി അപ്പോൾ തലശ്ശേരി ഹോട്ടലിൽ ഉണ്ടോ. അപ്പം ഇനിയിപ്പോൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോകണം. ഓംലേറ്റ് ഉണ്ടോ? ഓംലേറ്റ് ഒരു ഡബിൾ ഓംലേറ്റ് ഇതിന് വേണ്ട. തലശ്ശേരി ബിരിയാണി അല്ലേ? തലശ്ശേരി അല്ലേ? കടറ പേരും തലശ്ശേരി അതന്നെയാണ്. തലശ്ശേരി ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോ. മുട്ട പപ്സ് അത് ഒരു കടയിലൊരു പപ്സ് ഉണ്ട്, ഒരു വെറൈറ്റി പപ്സ്. അപ്പോൾ 2 എണ്ണം നമ്മൾ പാർസലാക്കി കാറിൽ പോണ വഴിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കണം. 2 ഏലവഞ്ചിയും 2 പപ്സ്. മുള്ളി വഴി ഒട്ടിക്ക് പോകാൻ പറ്റില്ല. 4 വർഷമായി ഇവിടെയൊക്കെ ക്ലോസ് ചെയ്തിട്ട്. മേലെ മുള്ളിയുടെ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഫുള്ള് കഴുത ചേസിങ്. പട്ടീനെ വരെ കഴുത ഓടിക്കണ്ടേ. വീടിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഫുള്ള് വീടൊന്നും കാണിക്കാത്തത്. അതാരാ ഷോക്കടിക്കോ? ഞാൻ ഫസ്റ്റ് പോകണം. മതിലാടുന്ന രാവിലെ ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. അടിച്ച ഞാൻ അങ്ങോട്ട് തെറുക്കിട്ടോ ചിലപ്പോ. അത്ര ഇതൊന്നും ഉണ്ടാവും. മഴയൊക്കെ വാങ്ങേ. ഓ 2 പ്രോ ടീം. യൂണിഫോം ഒക്കെ ഉണ്ട്, ഗൈഡിന് യൂണിഫോം ഒക്കെ ഉണ്ട്. ഗൈസ് ഇതാണ് ഇവിടുത്തെ ജിമ്മ് സെറ്റപ്പ്. ഓപ്പൺ ജിമ്മാണ്. അപ്പം ഈ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. എല്ലാവരും കൂടി നേരെ പുഴയുടെ അങ്ങോട്ട് പോവാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടിയിട്ടൊക്കെ ഉണ്ട്. അമ്പലല്ല ഇത്. അത് അമ്പലല്ലേ. നമ്മളിതൊക്കെ നീന്തി കിടന്നിട്ടുണ്ട് അപ്പുറത്തേക്ക്. എല്ലാരും പോയിട്ടുണ്ട് ഇല്ലേ? കുഞ്ഞാവ വന്നിട്ടില്ലേ? മഴ പെയ്യാൻ വേണ്ടി എന്താ പരിപാടി? വാട്ടറാണല്ലേ, ചില്ല് വാട്ടർ. ഒരു പിങ്ക് കളറാണുള്ളത്. പഴുത്തിട്ടില്ല. ഇത് പിങ്ക് കളർ കൊക്കോ ആണല്ലോ. പിങ്ക് കൊക്കോ വേണ്ടവര് കുഞ്ഞാവയുടെ അടുത്തേക്ക് വന്നാൽ മതി. കുഞ്ഞാവടയിൽ പിങ്ക് കൊക്കോ ഉണ്ട്. ഇത് പെയിന്റ് അടിച്ചെടുക്കുക. പൊട്ടിച്ച് കഴിക്കാൻ പറ്റുമോ? ചോക്ലേറ്റ് അല്ലേ കഴിക്കുക? ഇത് ഉണക്കിയിട്ടല്ലേ കഴിക്കുക? അതിൽ രണ്ടും കൽപ്പിച്ചാണ് ഗൈസ്. ഏതോ മരം പൊഴക്കിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കൊക്കോ ഹണ്ടിങ് ആണ്. കൊക്കോ എന്നല്ലേ പറയാ. 2 കമ്പൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഉണ്ട്. മോളിക്ക് പൊക്കി വെച്ചിരിക്കുന്നു. സെറ്റ് ചെയ്താണ്. ഒന്ന് വലിക്കാതെ വീഴും. പറച്ചിട്ട് തിരിച്ചിട്ട് വലിക്കാനുള്ള പരിപാടിയാണ്. അതാണെങ്കില്ല അതവിടെ വെൽഡ് ചെയ്ത് വെച്ചിരിക്കാണ് ഗൈസ്. കുഞ്ഞാടെ പണി തന്നെ വേണു. അത് ഒരു കമ്മടെ ഒടിക്കും. ഒറ്റ അടിയാട്ടാ. കമ്പ് മാറി. ഏട്ടാണ് കയറി അറുത്തിട്ട് വന്നേ. ഇപ്പൊ എത്താൻ നേരമുണ്ട്. പിന്നെന്താ ജിമ്മന്മാർക്ക് പറ്റേ? ഒന്നുകൂടി ചവിട്ടി കയറി കയറാൻ പറ്റുന്നു. അത് കയറാനുള്ള തന്നെ ഉള്ളേ. രാഹുലേട്ടൻ എങ്ങനെ പിന്മാറിയിരിക്കാണ് ഗൈസ്. ഫുട്ബോൾ കളിച്ച് പരിക്കാണ് കാല്, അതുകൊണ്ടാണ് ഞാൻ കയറാഞ്ഞത്.
നമ്മുടെ നായകൻ കയറുന്നുണ്ട്. എന്നാലും സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി രാവിലെ ഏട്ടാ ഇതെങ്കിലും എത്തിയിരിക്കുന്നു. യെസ്, ഇതുപോലുള്ള കണ്ടന്റ്സിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഗൈസ്. കൊക്കോ, നല്ല പഴുത്ത കൊക്കോ. പഴുത്തുണ്ടായിനി സൗണ്ട് നോക്ക്. ഇത് കഴുകണ്ടേ? ശ്രീരാഗ് പണ്ട് നശിപ്പിച്ചിരിക്കുന്നു. എവിടെ ക്യാമറ? ഇതാണ് കൊക്കോ. കുരു കളയരുതേ. ഇത് മറ്റേ സീതപ്പഴത്തിന്റെ ഇതിന്റെ കുരുവാണ് ഇവരുടെ പ്രോഫിറ്റ്. കുരു ഉണക്കിയിട്ടാണ് ഇതിന്റെ ചോക്ലേറ്റിന്റെ പൗഡർ ആക്കുക അല്ലേ? തുപ്പിച്ചാൽ മതി കുരു. എന്നിട്ട് അവിടുത്തെ ഏതാ വണ്ടി? 40 അല്ലേ? 40. ബൈ ബൈ. എന്നോടപ്പോ വീഡിയോ മണിയായിട്ടുള്ളൂ. ഈ കാണുന്ന കോടയാണ്. കോട പോയിട്ട് ഒന്നും കാണാൻ പറ്റില്ല. വഴിയൊന്നും അറിയില്ല, എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പോകാൻ പറ്റില്ല. അതെന്താ ലോറിയോ? ആ വണ്ടി ഇങ്ങോട്ട് വരിക. ഇത് മറ്റേ 10-ാം വളവല്ലേ? തിരിച്ചുള്ള വഴിയിലായി കട മാത്രം കാണുള്ളൂ, വേറെ ഒന്നും കാണാനില്ല. ഫുള്ള് കോട.